രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് വി ഡി സതീശൻ എന്ന് മാത്രമല്ല, ആ പ്രശ്നങ്ങളിൽ തടി രക്ഷപ്പെടാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PS രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു നയീബുണ്ട്, രണ്ടുപേരുടെ പേരിൽ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കി. അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് നേരെ, ഈ വ്യാജ CD ഉണ്ടാക്കി എന്ന് പറയുന്നവർക്ക് നേരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? കൊടുത്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിയെയും മറ്റും തേജോവധം ചെയ്യാൻ ഉപയോഗിച്ചൊരു കഥയായിരുന്നു സ്വപ്ന സുരേഷ്. ഇപ്പം ഞാനതിനോട് തന്നെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. സ്വപ്ന സുരേഷിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിപ്പിക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി സതീശനാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്നു. ഞാനും എൻ്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഞങ്ങൾ ഒന്നിച്ചൊരു ഫോട്ടോ. ആ ഒന്നിച്ചുള്ള ഫോട്ടോ വി ഡി സതീശൻ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഘമാണ് എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വീഡിയോ ഒരുപക്ഷെ അതിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വി ഡി സതീശൻ്റെ ഒരു പ്രധാന രേഖ. ഇതാണത്. എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ചു. അതിന് എറണാകുളത്തുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരെ വി ഡി സതീശൻ ഉപയോഗിച്ചു. അതിൻ്റെ പിന്നിൽ ഈ വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ വി ഡി സതീശനാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പോലീസിന് അന്ന് എൻ്റെ ഭാര്യ പോലീസിന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വ്യക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു. അതിൻ്റെ പിന്നിലും വി ഡി സതീശനാണ്. അത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിൽ ചേർത്ത്, എന്നിട്ട് തെളിവുണ്ട് ഞങ്ങളുടെ കൈവശം. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഏതോ കമ്പനിയുടെ ആരോ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ഫോട്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതാണ് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഈ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഫിഷർമെൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് കൂടി അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത്. ആ ചിത്രം ഇതാണ്. ആ ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇത് കൊടുത്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്ററാണ്, ത്രിപുരയിലെ BJPയുടെ ഒരു MP. LDF കൺവീനർ AP ജയരാജനാണ് മാധ്യമങ്ങളെ കാണുന്നത്. പൗരത്വ നിയമ ഭേദഗതിയിൽ ആദ്യം പാസാക്കിയത് കേരളമാണ്. അതേസമയം കേന്ദ്ര നിയമം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. മാത്രമല്ല, കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ്. BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് ജനങ്ങളുടെ കടമ. അതിനുവേണ്ടിയാണ് LDFും അതുപോലെ CPIMും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.